മലയാളത്തിനൊരു നസ്ലൈൻ ഉണ്ടെന്നാണ് പറയാനുള്ളത്. ആ നടൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അയാളുടെ ഡയലോഗ് ഡെലിവറി, നടത്തം, നോട്ടം, ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നതിൽ ഒക്കെ നസ്ലൈൻ ആസ് ആൻ ആക്ടർ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് മോളിവുഡ് ടൈംസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അഭിനവ് സുന്ദർ നായിക് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള രണ്ടാമത്തെ സിനിമ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണ് പുള്ളി ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അതൊരു ഞെട്ടലായിരുന്നു. അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പല തരം സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ എപ്പോഴും സിനിമാക്കാർ വന്ന് പറയും വ്യത്യസ്തമായ സിനിമ എന്ന്, പക്ഷേ ശരിക്കും വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് നമ്മളെ ഞെട്ടിച്ചൊരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ, ഈ സിനിമയ്ക്ക് റൈറ്റർ ആയിട്ടുള്ളത് രാമു സുനിലാണ്. സിനിമാറ്റോഗ്രാഫി വിശ്വജിത്ത് ഒടുക്കത്തിലാണ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ജെയ്ക്സ് ബിജോയ് ആണ്. എഡിറ്റിംഗ് നിതിൻ രാജ് അറോളും. സംവിധായകൻ തന്നെ ആയിട്ടുള്ള അഭിനവ് സുന്ദർ നായിക്കാണ്. അദ്ദേഹം ബേസിക്കലി എഡിറ്ററാണ്. സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സ് ചെയ്തിട്ടുള്ളത് വിഷ്ണു ഗോവിന്ദാണ്. എല്ലാവരും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള, ഇതിന്റെ ടെക്നിക്കൽ സൈഡിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, കുറച്ച് റാപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര രസമുള്ള മ്യൂസിക്കലിയൊക്കെ നല്ല പണിയെടുത്തിട്ടുള്ള, എന്നാൽ വളരെ സെർട്ടിലായിട്ട് പണിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് ഭയങ്കര ലൗഡ് പരിപാടികളൊക്കെയാണ്. അങ്ങനെയല്ല. ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റെ മൂഡിനെ അങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോവുക, ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് അതിനെ നന്നായിട്ട് ഡീൽ ചെയ്യുക, ആ പറയുന്ന ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു വർക്ക് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിലുണ്ട്. അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള സെറ്റുകൾ, അവരുടെ കോസ്റ്റ്യൂംസ്, വിഷ്വലി നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, അവിടെ സെറ്റ് ഇട്ടിരിക്കുന്നത് എല്ലാം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് പറയുന്നത്. പല സെറ്റുകളുണ്ട്, ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്റ്റിക്മാൻ വെച്ചിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വിഷ്വലി ആ ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അതായത് അഭിനവ് സുന്ദർ നായിക്കിൻ്റെ ഒരു ലാംഗ്വേജ്, വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറയുന്ന പോലെ അത് നമുക്ക് കാണാനുണ്ട്. വളരെ ഗംഭീരമായിട്ടാണ് അതിൻ്റെ വിഷ്വൽ പരിപാടിയും വർക്ക് ചെയ്തിട്ടുള്ളത്. ഡയലോഗ് ഡെലിവറിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ നസ്ലൈൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഡയലോഗ്സും വളരെ രസമായിട്ടാണ് പോകുന്നത്. പെർഫോമൻസ് ഒരുപാട് പേരെ പറയാനുണ്ട്. നസ്ലൈൻ മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ കാണുന്ന ഓരോ അഭിനേതാക്കളും, നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അതുപോലെ AMML അംഗങ്ങളുടെയൊക്കെ മീറ്റിങ്ങുകളും പത്രത്തിലെ അവരുടെ വാർത്തകളും അവർ പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ നമുക്ക്, അതായത് പുറമേ നിൽക്കുന്നത്, ഇതിനകത്ത് കയറിയിട്ടില്ലാത്ത ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ഫേക്ക്നെസ് ഉണ്ട്. അതേപോലെ അകത്തുള്ള ആൾക്കാർ പറഞ്ഞു കേട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെയാണെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കിട്ടുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ വിളിക്കും, പ്രൊഡ്യൂസർ വിളിക്കും, ചിലപ്പോൾ അഭിനേതാക്കൾ വിളിക്കും, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, അതുപോലെ ചെറിയ വേഷം ചെയ്തിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന സകലമാന ഉടായ്പകൾ, ഫേക്ക് ചിരികൾ, ഫേക്ക് സ്നേഹങ്ങൾ, അതിനെയൊക്കെ അതുപോലെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമാണ്, ഒരുപാട് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം ഇവിടെ ഈ റിലേഷൻഷിപ്പുകൾ വർക്ക് ചെയ്യുന്നത്, അതായത് റിയൽ പവർ ഇസ് ഇൻ ദ ഷാഡോസ് എന്ന ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ആ കഥാപാത്രം പറയുന്നതിൻ്റെ മെയിൻ സാധനങ്ങളല്ല, അതായത് നമ്മൾ പുറമേ കാണുന്നതല്ല, ഇതിൻ്റെ ഷാഡോ ഉണ്ട്, ഇതിൻ്റെ ഇന്നർ മീനിങ്സ് ഉണ്ട്. ഓരോ ആൾക്കാരും പലതും പറയുന്നതും പലതും ഉള്ളിൽ വെച്ചിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട്. ആ തുറന്നു കാണിക്കലിന് ആവശ്യമായിട്ടുള്ള ഒരു, എന്താ പറയുക, ഇവിടുന്ന് ഇയാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കും, അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പം ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല, അതങ്ങനെ സംഭവിച്ചു, ഇറ്റ്സ് വിധി എന്ന് തോന്നും. പക്ഷേ ഇറ്റ്സ് നോട്ട് വിധി, കുറേ ആളുകൾ നിന്ന് കളിക്കുന്നതാണ്. അങ്ങനെ കളിക്കുന്ന ആളുകളെ ആ സമയത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായില്ല, നമ്മളിതിൻ്റെ പല കഥകളൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ആ ഫേക്ക് ക്യാരക്ടേഴ്സിനെ വളരെ ജെനുവിനായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ്. നിന്നെ ഞാൻ തൊലച്ച് കളയോടാ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും, ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്ന ആളുകളാണെങ്കിലും, അതുപോലെ ഒരു സ്റ്റാർ ലെവലിലേക്ക് എത്തിയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിലും, ഷറഫുദ്ദീൻ, ജഗദീഷൊക്കെ ഈ സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയമേ പക്ഷേ അവിടെ ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. സിനിമയിൽ ഉടനീളം അയാളുണ്ട്. അയാൾ പറയുന്ന അയാളുടെ തിയറീസൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നായകൻ്റെ അച്ഛനമ്മമാർ, ഡോക്ടറിനൊക്കെ ചുമ്മാ ഇരുന്ന് ഞെട്ടുക എന്നുള്ളതാണ്. പുള്ളിയുടെ ഫേസിൽ നിന്നാണ് നമ്മൾ ഫിയർ വായിച്ചെടുക്കുക. അപ്പം അങ്ങനെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ കൂട്ടം ഈ സിനിമയിലുണ്ട്. അത് ഭയങ്കരമായിട്ട് പടത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നായിക കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗോപിക രമേശാണ്. ഗോപിക കുറച്ച് സീനുകളേ ഉള്ളൂ. ഒരു പ്രോപ്പർ നായിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനും പറ്റില്ല. പക്ഷേ അവരുടെ ഒരു പ്രപ്പോസൽ സീനുണ്ട്. ആ സീനിൽ ഞാൻ ക്യാച്ച് ചെയ്തു. പ്രപ്പോസൽ, അതിന് കിട്ടുന്ന റെസ്പോൺസ്, അതിന് അവർ കൊടുക്കുന്ന റിയാക്ഷൻ, ജസ്റ്റ് അങ്ങനെ സട്ടിലായിട്ട് പിടിക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളില്ല. ഞാൻ ഒരു ഷോപ്പിംഗ് മോളിലാണ്, അതിൻ്റെ പാർക്കിംഗ് ബേസ് ആണ്, അപ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടാവും. അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ കുറേ ഉണ്ട്. അവരുടെ എല്ലാം നല്ല കുറേ മൊമെന്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസ് പരിപാടികളുണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല. പിന്നെ പറയേണ്ടത് ഹ്യൂമറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു സിനിമാ മോഹിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന ശുഭാപ്തി വിശ്വാസം കൂടി പോകുന്നതിൻ്റെ, പിന്നെ എനിക്ക്
ശരിയെന്ന് തോന്നുന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതായത് എൻ്റെ സിനിമ അത് എൻ്റേത് മാത്രമായിരിക്കണം. ആക്ച്വലി സിനിമ സംവിധായകൻ്റെ കലയാണെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ തന്നെ പറഞ്ഞു വെക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. സിനിമയിലെ ഓരോ ടെക്നീഷ്യൻസും സിനിമയ്ക്ക് വേണ്ടി ഇടുന്ന സമയത്തിന് വെച്ച് നോക്കുമ്പോൾ ഒരു സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇടുന്ന ലെങ്ത് എന്ന് പറയുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള സീനുകളുണ്ട്, ഡയലോഗുകളുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഏറ്റവും ജെന്യുവനായിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഇറക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടെ ഫേക്കായി നിന്നും കള്ളത്തരം കാണിച്ചും തട്ടിപ്പ് കാണിച്ചും ഒക്കെ കയറി പോകുന്നവർക്ക് വളർച്ച ഭയങ്കര ഈസിയാണ്. പക്ഷേ ജെന്യുവനായിട്ട് ഞാൻ എൻ്റേത് എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് ഭയങ്കര ടഫാണ്. അയാൾ മിക്കവാറും സമൂഹത്തിൻ്റെ മുമ്പിൽ കോമാളിയായിട്ട് മാറും. ആ കോമാളിത്തരങ്ങൾ, കോമഡികൾ, പിന്നെ ഒരുപാട് സിറ്റുവേഷണൽ ഹ്യൂമറൊക്കെ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, തിയേറ്ററിലിരിക്കുന്ന സമയത്ത് ചിരിക്കാൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതും എനിക്ക് വളരെ നല്ല ആംഗിളിൽ അവതരിപ്പിച്ചു എന്ന് തോന്നി. തുടങ്ങിയപ്പോൾ എവിടെയൊക്കെയോ എനിക്ക് ഇത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ചായുന്നതെന്നൊക്കെ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗംഭീരമായിട്ട് ലാൻഡ് ചെയ്തു. അതിപ്പം എന്താണ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ അത് വളരെ സട്ടിലായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ വലിയ കാര്യം. പിന്നെ ഈ സിനിമയുടെ കോർ പരിപാടി, വിശപ്പിന് തന്തയില്ല തലേ എന്ന് പറയുന്ന പോലെ ലക്കിന് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ആ ഭാഗത്തേക്കൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനെ ഒരാളുടെ ലൈഫിലൂടെ അവതരിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഇയാളുടെ തുടക്കത്തിലുള്ള ആവേശവും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഹ്യൂമർ പരിപാടികളാണ്. പക്ഷേ ഇയാളുടെ ഒരു സ്ട്രഗിള് അല്ലെങ്കിൽ ആ സ്ട്രഗിളിൽ അയാൾ റിയാലിറ്റി തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന മൊമെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ സിനിമ പതുക്കെ ഒരു ലൂപ്പിലേക്ക് കിടക്കും. ആക്ച്വലി അങ്ങനെയുള്ള ഒരാൾ കടന്നു പോകുന്ന ലൂപ്പാണ് നമ്മൾ കാണുന്നത്. ആ ലൂപ്പിൽ നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. നിങ്ങൾ സിനിമാ മേഖലയിൽ നിന്നും വേണ്ട, നമ്മൾ ഏതൊരു മേഖലയിലും ഭയങ്കര ജെന്യുവനായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടുപോകുന്ന ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പ്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ എൻജോയ് ദിസ്. ഇപ്പോൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ നമ്മൾ കാണുന്നത് മറ്റേ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ തിരിച്ച് ആർഷ പറയുന്നൊരു കൗണ്ടർ ഡയലോഗില്ലേ, പലർക്കും അത് ഓർമ്മയുണ്ടാവും, ഒരുപാട് മീമും ട്രോളും ഒക്കെ ആയിട്ട് പോയതാണ്. ആ ഒരു കാര്യം പോലെ തന്നെ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി നമ്മൾ മുകുന്ദനുണ്ണിയിൽ കണ്ടിട്ടുള്ളത് ഒരു മുകുന്ദനുണ്ണി ആണെങ്കിൽ ഇവിടെ നമ്മൾ ഒരുപാട് മുകുന്ദനുണ്ണിമാരെ കാണുകയാണ്. അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ മേഖലയാണ് സിനിമ, എസ്പെഷ്യലി മലയാള സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഫീൽ ചെയ്തത്, ഞാൻ നമ്മുടെ ഡയറക്ടറിൻ്റെ അഭിനവ് സുന്ദർ നായിക്കിൻ്റെ ഒരു തമിഴ് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിയുടെ ഫസ്റ്റ് സിനിമ എക്സ്പീരിയൻസ്, സിനിമയ്ക്ക് വേണ്ടിയുള്ള അലച്ചിൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇൻ്റർവ്യൂവിൽ പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് പുതുമ ഫീൽ ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, സിനിമ മോശമായിട്ടല്ല, ഗംഭീര വിഷ്വൽ ലാംഗ്വേജാണ്. ആദ്യത്തെ കുറച്ച് സമയത്തെ കളറിങ്ങും ആ ഫ്രെയിം വെക്കുന്നതും ആ സ്കൂള് കാലഘട്ടമൊക്കെ അവതരിപ്പിക്കുന്നത് അത് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. വെച്ചാൽ ജഗദീഷ് ഏട്ടനുള്ള അത്രയും സമയത്തെ സിനിമ ഒരു വിഷ്വൽ മൊത്തം അടിപൊളിയാണ്. പക്ഷേ ആ സമയത്ത് സിനിമ ഗംഭീരമായിരുന്നു. പക്ഷേ എനിക്ക് ഇതല്ലേ ഇയാൾ അവിടെ ഇരുന്ന് പറഞ്ഞത് എന്ന് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരുപാട് ആത്മാംശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി അലഞ്ഞുന്ന അല്ലെങ്കിൽ അലഞ്ഞിട്ടുള്ള ഒരാൾക്ക് അതിഭീകരമായിട്ട് കണക്ട് ആവുന്ന, സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഏത് മേഖലയിലാണെങ്കിലും പല ലൂപ്പുകളിലും പെട്ട് കഷ്ടപ്പെട്ട് ചിലപ്പോൾ ആ സ്വപ്നം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും, ചിലപ്പം ആ സ്വപ്നം നേടുന്നതിന് വേണ്ടിയിട്ട് വെണ്ണീറായിപ്പോയ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണ്. പക്ഷേ ഔട്ട് ആൻഡ് ഔട്ട് മറ്റേ ഹ്യൂമർ, പൊട്ടിച്ചിരിച്ച് മണ്ണ് കപ്പി അങ്ങനെയുള്ളതിനേക്കാളും ഈ സിനിമയ്ക്കകത്തൊരു തീമുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ഫിയർ ഉണ്ടാക്കുന്ന തീമാണ്. അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ തന്നെ പറയുന്ന പോലെ ഇറ്റ്സ് എ ഹൊറർ മൂവി ആക്ച്വലി. ആ ഹൊറർ എലമെൻറ്റിനെ, ആ ഫിയർ എലമെൻറ്റിനെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സിനിമ വേറൊരു ലെവലിൽ നിങ്ങൾക്ക് കണക്ട് ആവും. അല്ലാതെ ചുമ്മാ ചിരിച്ച് ചുമ്മാ കണ്ട് മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ലൂപ്പുണ്ട്. ഒരുവിധം സ്വപ്നങ്ങളുള്ള മനുഷ്യർക്കൊക്കെ ആ ലൂപ്പ് കണക്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമാ മേഖലയിലുള്ള ആളുകൾക്കും സിനിമ എന്ന് പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്കും ഇത് ഒടുക്കത്തെ കണക്ട് ആയിരിക്കും. നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ലൂപ്പാണ്. ആ ലൂപ്പ് നിങ്ങൾക്ക് കണക്ട് ആയില്ലെങ്കിൽ ചിലപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് സീറ്റിൽ നിന്ന് പതുക്കൊന്ന് ഉയർന്ന് ഫോണിലേക്കൊന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി വന്നേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് നെഗറ്റീവല്ല. ഈ സിനിമയ്ക്ക്, ഈ തീമിന്, ഈ ഐഡിയയ്ക്ക് അത് ആവശ്യമാണ്. ബാക്കി നിങ്ങൾ കണ്ട് തീരുമാനിക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വർക്കായി. എനിക്കതിൽ ആ കോർ പരിപാടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെയൊക്കെയോ നമ്മളെ തന്നെ കാണുന്ന പോലെ ചില സിറ്റുവേഷൻസിൽ, ചില ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സിലൊക്കെ നമ്മൾ തന്നെ ഉള്ളതുപോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമയെക്കുറിച്ച് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ള സിനിമയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.